നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് സാരീസും കാണാം, കുറച്ച് കുർത്തീസും കാണാം. സാരി എന്ന് പറഞ്ഞാൽ ഇതങ്ങ് വെച്ചോ. സാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാരി എന്നല്ല, കുർത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി വെയർ കുർത്തീസാണ്. ഞാൻ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുർത്തീസ് തന്നെയാണ് കാണിക്കുന്നത്. നമുക്കിപ്പം പാർട്ടി വെയറോ ഹെവി പാർട്ടി വെയറോ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ ഓൺലൈനിൽ അങ്ങനെ ഇപ്പോൾ കാണിക്കുന്നില്ല. ഇപ്പോൾ കാണിക്കുന്ന ഡെയിലി വെയർ കുർത്തീസാണ്. കാണിക്കാട്ടോ, ഇടയ്ക്ക് കാണിക്കാം. ഇപ്പം എന്നാ അതിനെപ്പറ്റി അധികം കഥ പറയുന്നില്ല. ഇതാണ് ആദ്യത്തെ കുർത്തി. അജ്രക്ക് പ്രിൻ്റ് വരുന്ന പ്യുവർ കോട്ടൻ്റെ കുർത്തി. എ ലൈനാണ്, സ്ലിറ്റഡ് ആണ്. നല്ല തലവേദനയായിരുന്നേ. എൻ്റെ മുഖം കണ്ടറിയത്തില്ല, വിങ്ങി വീർത്തിരിക്കുന്നു. 2-3 ദിവസമായി തുടങ്ങിയിട്ട്. ചില സമയത്ത് മാറി നിൽക്കും, ചില സമയത്ത് നല്ല പാടാ ഈ മൈഗ്രെയിനെ. അതുകൊണ്ട് നല്ല ലെവലില്ല. അപ്പം ഇത് സ്ലിറ്റഡ് കുർത്തിയാണ്. ഒന്നുമില്ല, സിമ്പിൾ. നല്ല ഒരു ഡാർക്ക് ചില്ലി റെഡ് കളറാണ്. അജ്രക്ക് പ്രിൻ്റാണ്. ഇങ്ങനത്തെ നോർമൽ ചൈനീസ് കോളർ വരുന്ന നെക്ക്. കയ്യെ ലൈനിങ് ഇല്ല, ബോഡിക്ക് ലൈനിങ് ഉണ്ട്. ലെങ്ത്ത് ഒരു 46-47 ഇഞ്ച് ലെങ്ത് ഉണ്ട്. M2 XXL ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ്. ഇത് പ്ലെയിൻ കുർത്തി. ഒരു ചെറിയ സെമി സിൽക്ക് മെറ്റീരിയലുള്ള കോട്ടൺ ആണ്, പക്ഷേ ഒരു സിൽക്കി ഫീൽ തരുന്ന മെറ്റീരിയലാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ പ്രിൻറ്റഡ് ഷോളോ അല്ലെങ്കിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ കൂടിയ ഷോളൊക്കെ ഉണ്ടല്ലോ, മൊഡാളിൻ്റെ ഒക്കെ ഷോളൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ഫങ്ഷൻ ടച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇത്തെ കൂടെ വെറുതെ ഇതല്ല, ഇങ്ങനെ ഒരു ഇതുണ്ടോ, ചെറിയ ഒരു സെൽഫ് പ്രിൻ്റ് പോലെ പോകുന്നുണ്ട്. അത് കാണാൻ പറ്റുന്നുണ്ടോ? സെൽഫ് പ്രിൻ്റ് പോലെ പോകുന്നുണ്ട്. ബാക്കിയെല്ലാം സെയിം ആണ്, സ്ലിറ്റഡ് ആണ്. 46-47 ഇഞ്ച് ലെങ്ത് ഉണ്ട്. പിന്നെ M2 XXL ആണ് സൈസ് അവൈലബിൾ. സൈസ് നിങ്ങളിപ്പം ഓൺലൈൻ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരാളല്ല എങ്കിൽ നിങ്ങൾക്ക് സൈസിനകത്ത് എന്തെങ്കിലും ഡൗട്ട്, ഇപ്പോൾ എനിക്ക് XL സൈസാണ് എൻ്റെ കറക്റ്റായിട്ടുള്ള സൈസ്. പക്ഷേ XL സൈസുള്ള എല്ലാവർക്കും എൻ്റെ എല്ലാം ഭാഗവും ആകണമെന്നില്ല. കാരണം ചിലരുടെ കൈക്ക് വണ്ണം കൂടുതലായിരിക്കും, ഇവിടത്തിന് വിരിവ് കൂടുതലായിരിക്കും. അങ്ങനെ ഡൗട്ടുള്ളവർ ഒന്നുകിൽ അവനവൻ്റെ സൈസിനെ കഴിഞ്ഞ് വലിയ സൈസ് എടുക്കുക. XL ആണെങ്കിൽ XXL എടുക്കുക. എന്നിട്ട് നമുക്കത് ചെറുതാക്കാമല്ലോ, ഓൾട്രേഷൻ ചെയ്ത് സൈഡൊന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഷോൾഡറിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ XL XXL എന്നൊന്നും പറയുന്നതിന് ഷോൾഡറിനൊന്നും തീരെ വ്യത്യാസമില്ല. XLും XXLും തമ്മിലാണ് ഷോൾഡറിന് വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങളുടെ സൈസ് XL ആണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പോൾ കൈക്ക് വണ്ണം കൂടുതലാണ്, അങ്ങനെ ലെങ്ത്ത് പൊക്കം കൂടുതലാണ്, അങ്ങനെയൊക്കെ തോന്നുന്നത് ഇച്ചിരി കൂടി വലിയ സൈസ് എടുക്കുക. ഓൺലൈനിൽ നിന്ന് എടുക്കുമ്പോൾ, കടയിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ട്രയൽ ചെയ്ത് നോക്കിയിട്ടാണല്ലോ എടുക്കുന്നത്. പിന്നെ പ്യുവർ കോട്ടൺ എടുക്കുമ്പോഴും നമുക്ക് ഈ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്യുവർ കോട്ടൺ എടുക്കുമ്പോഴും വാഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ഒന്ന് ചുരുങ്ങും. പ്യുവർ കോട്ടൺ ആണെങ്കിൽ അതും കണക്കാക്കി വേണം എടുക്കാൻ. ഇപ്പം അല്ലാതെ നമ്മൾ ഈ കണ്ടെടുക്കുമ്പോൾ നമുക്ക് അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വലുതാണെങ്കിൽ നമുക്ക് ചെറുതാക്കാം, ചെറുതാണെങ്കിൽ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇതും അജ്രക്ക് പ്രിൻ്റ് മെറ്റീരിയൽ, ബ്ലാക്ക് ഷെയ്ഡ്. ഒന്നുമില്ല, ബോഡിക്ക് ലൈനിങ് ഉണ്ട്, കൈക്ക് ലൈനിങ് ഇല്ല. 46-47 ഇഞ്ച് ലെങ്ത്. M2 XXL സൈസാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ്. ഇതിങ്ങനെ വീനെക്ക് വരുന്ന ഒരു റേറ്റ് പറയണ്ടല്ലോ, എല്ലാം ഒരേ റേറ്റ് അല്ലേ? ആ ഒരു റേറ്റിലുള്ളത് ഞാൻ കാണിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇഷ്ടംപോലെ പാർട്ടി വേറെ എബോവ് 1000 റേഞ്ച് വരുന്നത്. പിന്നെ എന്താ പറയുക, എംബ്രോയ്ഡറി വർക്ക് ചെയ്തത്, ബീഡ്സ് വർക്ക് ചെയ്തത്, സ്റ്റോൺ വർക്ക് ചെയ്തത് എല്ലാം ഷോപ്പിൽ അവൈലബിൾ ആണ്. പക്ഷേ ഓൺലൈനിൽ അങ്ങനെ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ വലിയ താമസം ഇല്ലാതെ പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഓൺലൈനിലും കാണിക്കാം കേട്ടോ, എല്ലാം കാണിക്കാം. പിന്നെ നിങ്ങൾ ഷോപ്പിൽ വന്നാൽ ഓൺലൈനിൽ കാണിക്കുന്ന എല്ലാ സാധനവും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതിൻ്റെ ആ പരാതി അതോടുകൂടി തീരും. ഇതിങ്ങനെ മടങ്ങിയിരിക്കുന്നത്, ഇതിങ്ങനെ മടക്കി ഒത്തിരി ഇതിൻ്റെ മേളി കുർത്തീസ് മടക്കി വെച്ച് കഴിയുമ്പോഴേ മടങ്ങിപ്പോയതാണ് കേട്ടോ. ഇങ്ങനത്തെ നെക്കാണ്. നെക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹൈനെക്കാണ്. ഇങ്ങനെ ഹൈനെക്ക് വന്നിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ വീനെക്ക് ഹൈനെക്ക്. ഒന്ന് കാണിച്ചാൽ ഇങ്ങോട്ടൊന്ന് അടുപ്പിച്ച് കാണിക്കുവാണെങ്കിൽ ചിലപ്പോൾ അറിയായിരിക്കും. മടങ്ങി കുർത്തി തന്നെ എടുത്തും വെച്ചു ഇങ്ങനെ ഒരു വീനെക്ക് പോലെ വന്നിട്ട്
കയ്യിലും ആ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. സിമ്പിൾ കുർത്തിയാണ്, പക്ഷേ നമുക്ക് ഡെയിലി ഇടാൻ നല്ലതാണ്. M2XXL ആണ് സൈസ്. ബോഡിക്ക് ലൈനിങ് ഉണ്ട്, കൈക്ക് ലൈനിങ് ഇല്ല, അങ്ങനെയൊക്കെ. മഴയ്ക്കുള്ള ഒച്ച പൊടിപൊടിപ്പ് കേൾക്കുന്നു. ഞങ്ങളുടെ അവിടെ എന്നും മഴ പെയ്യുന്നുണ്ട് എല്ലാ ദിവസവും. കഴിഞ്ഞ ശനിയാഴ്ച തൊട്ട് ഇന്ന് വരെ. ഇന്നും പെയ്യുമായിരിക്കും. എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ? അടുത്തത് ഉണ്ടോ? അടിപൊളി കുർത്തിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ലൈൻസ് ഉള്ള കുർത്തി. ഇതിൻ്റെ പല കളേഴ്സ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു. ഒത്തിരി പേര് വാങ്ങിക്കുകയും ചെയ്തു. ഞാൻ ഓൺലൈനായിട്ട് റീൽസ് ഇട്ടപ്പോൾ തന്നെ ഒത്തിരി പേര് വാങ്ങിച്ചു. ഇതാ ഇങ്ങനെ. ഇതിപ്പോൾ വന്നിട്ടൊരു വയലറ്റും വൈറ്റും കൂടെ ഷെയ്ഡ്. ഇതിനകത്ത് ഈ കളറിൽ ഏത് കളർ ബോട്ടം ഇട്ടാലും ഇതിന് നല്ല അട്രാക്ഷനാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ എന്നും റയോണെന്നും പറയാം അല്ലേ. റയോണിൻ്റെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്, പക്ഷേ ലൈനിങ് വെച്ചിട്ടുണ്ട്. നല്ല സുഖമാണ് ബോഡിക്ക്. പിന്നെ കയ്യെ ലൈനിങ് ഇല്ല, ബാക്കിയെല്ലാം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സെയിം. M2XXL സ്ലിറ്റഡ് ആണ്. ഈ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ്. യെല്ലോയാണ്. ഇതിൽ കൂടെ ഇങ്ങനെ സെൽഫ് പ്രിൻ്റ് ഉണ്ട്. കാണിച്ചേ. ബാക്കിയെല്ലാം ഇങ്ങനെ കോട്ടൺ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാനത് പറയാം. ഇനിയിപ്പോൾ ആ നെക്കിൻ്റെ മാത്രം പാറ്റേൺ ഒന്ന് മാറിയിട്ടുള്ളൂ. എല്ലാവർക്കും ഇപ്പോൾ ആ നെക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് കോട്ടനാണ്, എല്ലാം കോട്ടനാണ്. റൗണ്ട് നെക്ക് ഇത് കണ്ടോ. ബാക്ക് നെക്ക് ഇങ്ങനെ, ഫ്രണ്ട് നെക്ക് ഇങ്ങനെ. ഇതിനൊരു ഇച്ചിരി ലെങ്ത്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒരു 46 ഒക്കെ ലെങ്ത് ഉള്ളതെന്ന് തോന്നുന്നു. ഇതിന് തോന്നുന്നു കേട്ടോ. അത്രയും ലെങ്ത്ത് പോരാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ജാഗ്രതയായി. തലവേദനയാണെങ്കിലും ചളിക്കൊരു കുറവുമില്ല അല്ലേ. അയ്യോ, ഞാൻ എന്നെ കൊണ്ട് തന്നെ തോറ്റെന്നൊന്നും ഞാൻ പറയത്തില്ല. ഇത് അജ്രക്ക് പ്രിൻ്റ് വരുന്ന കോട്ടൺ കുർത്തി, ചുമ്മാ സിമ്പിൾ കുർത്തി. ഇത് കേട്ടോ. ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് ചുമ്മാ കഴുത്തെ കൂടെ ഷോളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഷോളൊക്കെ ഇട്ടൊക്കെ അങ്ങ് പോയാൽ മതി. നല്ല ഭംഗിയായി. ഇങ്ങനെ കാണുന്നതിലല്ല, ഇതിന് ഈ മെറ്റീരിയലിനും അതിൻ്റെ പ്രിൻറ്റിനും അതിൻ്റെ കളറിനും ഡാർക്ക് മെറൂൺ കളർ. ചുമ്മാ റൗണ്ട് നെക്ക്. M2XXL. അതിപ്പോൾ എൻ്റെ ഇരിക്കുന്ന XXL സൈസാണ്. M2XXL ആണ്. സ്ലിറ്റഡ് ആണ്. ബോഡിയെ ലൈനിങ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ കുർത്തി, ഇന്നത്തെ കുർത്തി. ഇനി നമുക്ക് സാരി കാണിക്കാവേ. സാരി നമ്മളുടെ വിസ്കോസ് ബനാറസിയിൽ വരുന്ന റേറ്റ് കുറഞ്ഞ സാരി. വിസ്കോസ് ബനാറസി എന്ന് പറയുന്ന മെറ്റീരിയൽ നല്ലൊരു വിഭാഗം ആൾക്കാർക്കും അറിയാം. നല്ല സോഫ്റ്റാണ്, നല്ല ശരീരത്തേക്ക് നല്ല ചേർന്ന് കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. അതിനകത്ത് ഇങ്ങനെ ഒരു ചെക്ക് ഡിസൈനും കൂടെ വരുന്നുണ്ട്. ഇതുണ്ടോ. വിസ്കോസ് ബനാറസിയുടെ 100% പ്യുവർ വിസ്കോസ് ബനാറസി ആണെന്ന് ഞാൻ പറയത്തില്ല. കാരണം അതിൻ്റെ റേറ്റ്, വിസ്കോസ് ബനാറസിയുടെ പ്യുവർ വരുമ്പോൾ റേറ്റ് നല്ല ഹൈ ആണ്. 2000 എബോവ് 2800 അങ്ങനെയുള്ള റേറ്റിലേക്ക് പോകുന്നതാണ്. ഇത് അങ്ങനത്തെ അല്ല. ബനാറസി ബോർഡർ എന്ന് പറയാൻ പറ്റത്തില്ല. ആ മെറ്റീരിയലിന് മാത്രമേ ഞാൻ പറയും. വിസ്കോസിൻ്റെ ഒരു ചായ്വുള്ള ഒരു വളരെ കുറച്ച് പെർസെൻറ്റേജ് വിസ്കോസ് ആയിട്ട് തോന്നിക്കുന്ന ഒരു സൈസ് മെറ്റീരിയൽ. വിസ്കോസിൻ്റെ പ്യുവർ മെറ്റീരിയൽ എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഇങ്ങനെ ഉണ്ടോ. ഇതാണ്. ഇപ്പോൾ ബോഡിയെ ഫുള്ള് ചെക്ക് ഡിസൈനാണ്. ഇങ്ങനെ ബോർഡറുമായിട്ട്. മുന്താണി വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. കണ്ടോ. ബ്ലൗസ് കാണിച്ചില്ല. മുന്താണി ഇങ്ങനെ. അതായത് ഇതിങ്ങനെ വേറൊരു ഗോൾഡല്ല, എന്തോ ഒരു വേറൊരു ഇങ്ങനെ കാണിക്കണോ? ലൈറ്റ് അല്ലേ? ഇങ്ങനെ കാണിക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു നമ്മുടെ ഒരു ഗോൾഡ് ഇങ്ങനെ മുന്താണിക്ക് പോകുമല്ലേ, ഈ ഒരു ഇതിൻ്റെ വീവിങ് ഇല്ലേ, അത് ഇവിടെയും വന്നിരിക്കുന്നു. അത്രേ ഉള്ളൂ. പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് കണ്ടോ. 1 ലെയർ ഇട്ട് കാണിക്കാം. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ റേറ്റും താരതമ്യേന കുറവാണ്. ഇങ്ങനെ ബോർഡർ ഉണ്ട്. ബ്ലൗസ് സെൽഫാണ്. ഇത് തന്നെയാണ് ബ്ലൗസ്. റണ്ണിങ് ബ്ലൗസ് തന്നെയാണ്. ബ്ലൗസ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിന് ചേരുന്ന ഒരു സിൽക്കി മെറ്റീരിയലിൽ വരുന്ന ബ്ലൗസ് എടുത്ത് തയ്ക്കുന്നത്, പ്ലെയിൻ ഇടുന്നതായിരിക്കും. അറിയത്തില്ല, ഞാൻ പറയുന്നേ ഉള്ളൂ. ഇങ്ങനെ അത്രേ ഉള്ളൂ. ചെക്ക് ഡിസൈനാണ്. ബോഡി ഫുള്ള് ചെക്ക് ഡിസൈനാണ്. അതിപ്പോൾ വന്നിട്ട് നല്ല പീക്കോക്ക് ബ്ലൂ. ഇനി അടുത്തത് ഇത്
ഇത് കണ്ടോ, വയലറ്റിൻ്റെ ഈ ഒരു നല്ല ഡാർക്ക് ഷെയ്ഡ്. സിമ്പിൾ സാരിയാണ്, ഓവറായിട്ടുള്ള ഇതൊന്നുമില്ല, പക്ഷെ നല്ല ഫങ്ഷൻ വെയർ സാരിയാണ്, ഉപയോഗിക്കാനും എളുപ്പം. ഇത് മുന്താണി. ഇതൊരു കോഫി മെറൂണും ചോക്ലേറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ കളറെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ പ്യുവർ ചോക്ലേറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു നല്ലൊരു കളറാണ്, നല്ലൊരു ഷെയ്ഡ്. ഇതിനകത്ത് മുഴുവൻ പേപ്പർ ഇരിക്കുന്നതുകൊണ്ടാണ് എൻ്റെ ശരീരത്തിൽ നിന്ന് ഇത് ഊർന്ന് പോകുന്നത്. ഇതിനകത്ത് പേപ്പർ തിന്നുന്ന കൂടിയിരിക്കുക. പക്ഷെ അതാ ഇങ്ങനെ ബോഡിയിൽ ഇട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങ് ഇങ്ങനെ പോകുന്ന ടൈപ്പല്ല. മുന്താണി ഇത്തെ ചിലപ്പോൾ മുന്താണി തിരിച്ചറിയാൻ പറ്റുമായിരിക്കും, പീക്കോക്കലായിട്ട് അല്ലേ, അറിയാൻ പറ്റുന്നില്ലേ? ഇതാണ് മുന്താണി. നല്ല മുന്താണി അല്ലേ? ആ വീവിങ് നല്ല രസമുണ്ട്. ഇത് മൊത്തം വീവിങ് കേട്ടോ. ഇത് ഒന്നും ഇതല്ലേ, ബോഡിയിലുള്ളത് പ്രിൻ്റാണ്. ഈ ചെക്ക് ഡിസൈനാണ്. ഈ മുന്താണിക്കുള്ളത് വീവിങ് ആണോ? ഞാൻ നോക്കട്ടെ. ഇത് വീവിങ്ങാ ആണോ? വന്നിപ്പോൾ വീവിങ് എന്നാന്ന് പോലും അറിയത്തില്ല. തലവേദനയൊക്കെ വന്ന് നോക്കണം, അന്നേരം അറിയാം എന്നാ പാടാന്ന് അല്ലേ. ആർക്ക് തലവേദന അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടല്ലോ. ഞാൻ പറയും, എൻ്റെ പൊന്നമ്മയെ ലോകത്ത് എന്തോരം അസുഖം വന്നാലും എനിക്ക് അത്ര ബുദ്ധിമുട്ട് എനിക്ക് തോന്നത്തില്ല. പക്ഷെ മൈഗ്രെയിൻ എന്തെല്ലാം വേദനകൾ നമുക്ക് വരും, ചെവി വേദന, പല്ല് വേദന അല്ലേ, എല്ലാം. പക്ഷെ മൈഗ്രെയിനോളം തലയില്ല പിന്നെ എന്നാ ഉള്ളേ. പർപ്പിൾ, ഡാർക്ക് പർപ്പിൾ, എല്ലാം നല്ല. ഏത് ഷെയ്ഡ് എടുത്താലും അതിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ്. ഇത് ബോഡി ഒച്ച വയ്ക്കാതെ. മൈഗ്രെയിനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, സൗണ്ട് കേൾക്കത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ കല എന്നുള്ള തല അടിക്കൊണ്ട് പിന്നെ അത് തന്നെ ചെയ്യുക. ഇത് മുന്താണി അല്ല, അത് തന്നിട്ട് മതി. അത് ആ സാരി ഇത് റീസ്റ്റോക്ക് അല്ലേ? ഇതും അതും തമ്മിൽ ഒരുപോലെ ഇരിക്കുന്നു. എന്താണോ നമ്മുടെ സെമി മൊഡാളിൽ അജ്രക്ക് പ്രിൻ്റ് വരുന്ന സാരിയാണ്. ഇത് റീസ്റ്റോക്ക് സാരിയാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുള്ള സാരിയാണ്. കണ്ടോ ഈ സാരി? ഓർമ്മയുണ്ടോ ഈ മുഖം? ഒത്തിരി പേര് എൻ്റെ അടുത്ത് ഈ സാരിയുടെ പഴയ ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിന് 5 കളറ്, 5 ഡിസൈനിൽ വ്യത്യാസമില്ല, ഇവിടുത്തെ കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അത് ഞാൻ 2 ഡിസൈൻ മാത്രം വരുത്തിയത്. എപ്പോഴും കണ്ട് മടുക്കുന്നതുകൊണ്ട് ഞാനിത് അങ്ങനെ ഈ റീസ്റ്റോക്കിനോട് എനിക്ക് വലിയൊരു താല്പര്യമുള്ള കൂട്ടത്തിലല്ല. എന്നാലും ഇത് ആൾക്കാരുടെ ആവശ്യകതയെ തുടർന്ന് നല്ല ഇതാണ്. സെമി മൊഡാളാണ്. പിന്നെ സെമി മൊഡാൾ എന്ന് പറയുമ്പോൾ മൊഡാളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മൊഡാളിൻ്റെ പ്യുവർ മൊഡാളിൻ്റെ ഒരു 20%, 30% അത്ര മാത്രമേ ഓർക്കാവുള്ളൂ. അജ്രക്കാണ് പ്രിൻ്റ്. ഇതിൻ്റെ കളർ വന്നിട്ട് നമുക്ക് ബ്ലാക്കും ഡാർക്ക് ഗ്രീനും, അതായത് ഇന്നലെ ഞാൻ അങ്ങനെ തന്നെ ഒരു സാരി കാണിച്ചു, അങ്ങനെ തോന്നിക്കുന്ന ഒരു കളർ. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ തോന്നും ബ്ലാക്കാണ്. സൂക്ഷിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഒരു ഡാർക്ക് ഗ്രീൻ്റെ ഒരു മിക്സും കൂടെ കയറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കളറ്. ബ്ലാക്ക് തന്നെയാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ മെറൂൺ കളറുള്ള ഡിസൈൻ. ഇങ്ങനെ ഇരിക്കും ബോഡി. മുന്താണി ഇങ്ങനെ അജ്രക്കിൻ്റെ കണ്ടോ, നല്ല മുന്താണി. ബ്ലൗസ് വന്നിട്ട് ഈ ഒരു മെറൂൺ ഒന്ന് കാണിച്ചേ, ഇങ്ങോട്ടൊന്ന് കാണിച്ചേ. ഞാനത് പൊക്കി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ബ്ലൗസ് മുഴുവൻ അങ്ങ് കഴിഞ്ഞ് പോകും. ഈ ഡാർക്ക് മെറൂൺ വരുന്നു. ഇങ്ങനെ കൈ ഇതാകാം. നല്ല വശമല്ല, ഇതാ നല്ല വശമല്ലേ? എന്ത് കഷ്ടപ്പെട്ടാണ് കാണിക്കുന്നത്. എൻ്റെ ഞാൻ ചൊവ്വേ കാണിക്കാം. എന്തിനു വിഷമിക്കുന്നത്? ആ ഫോൾഡിങ് പോകല്ലേ എന്ന് ഓർത്തിട്ട് കാണിക്കുന്ന പരിപാടി. അത് കണ്ടോ, ഇതാണ് ബ്ലൗസ്. കയ്യിലേക്ക് ഒരു ബോർഡർ വരും. അതിലൊരു സെൽഫ് പ്രിൻ്റ് ഉണ്ട്, ബോഡിയിലൊരു സെൽഫ് പ്രിൻ്റ് ഉണ്ട്. നല്ല മൊഡാളിൻ്റെ നല്ല സാരി. മൊഡാളെന്ന് പറഞ്ഞാൽ തന്നെ മൊഡാളിൻ്റെ എന്തെല്ലാം വൈവിധ്യങ്ങൾ ഇറങ്ങുന്നുണ്ടെന്ന്.
ചില മൊടാൾ കാണുമ്പോൾ ഞാൻ ഓർക്ക് ഇതിനും മൊടാളെന്നാണോ പേരെന്ന്. അതെന്നാ എനിക്കറിയത്തില്ല അങ്ങനെ പറയുന്നതെന്ന്. മൊടാളിൻ്റെ ഒരു ടെക്സ്ചർ വേറെയാണ്. ആ ഒരു ഭയങ്കരമായിട്ടുള്ള സോഫ്റ്റ്നെസ്സാണ് അതിൻ്റെ മെയിൻ ഇത്. ഇത് ഡാർക്ക് കോഫി ബ്രൗൺ, കോഫി കളറാണോ, ഡാർക്ക് കോഫിയും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറിൽ ഇങ്ങനെ ഒരു സൈസ് ഗ്രീൻ ഡിസൈൻ. ബോഡി ഇങ്ങനെ, അല്ല ബോർഡർ ഇങ്ങനെ, മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് ആ ഒരു കോഫി കളറിൻ്റെ, അല്ല അയ്യേ പച്ച, ഇതുണ്ടോ, ഇതാ ബ്ലൗസ്, ഇങ്ങനെ വരുന്ന ബ്ലൗസ്. സാരി ഇങ്ങനെ നല്ല സാരി കേട്ടോ, നല്ല നമുക്കൊരു ലുക്ക് തോന്നുന്ന, നല്ല വിലപിടിപ്പ് തോന്നുന്ന, ഫങ്ഷൻ വെയർ ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സാരി. ഇത് ഞങ്ങൾക്ക് എത്രയധികം വിറ്റ് പോയേക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. ഷോപ്പിലാട്ടെ ഓൺലൈനാട്ടെ ഇഷ്ടം പോലെ എണ്ണം വിറ്റ് പോയി. ഇതിൻ്റെ ഒരു 2 എണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ബനാറസി സാരി. ബനാറസിയുടെ ഈ സാരി ഞാൻ കാണിച്ചിട്ടുള്ള കേട്ടോ, ആദ്യമായിട്ട് കാണിക്കുന്നതല്ല. ഇതിൻ്റെ പല മോഡൽസാണ് കാണിച്ചിട്ടുള്ളത്, പല സ്റ്റഫും പല മോഡൽസും എല്ലാം കൂടെ കാണിച്ചിട്ടുള്ളത്. ഇത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന സാരിയാണേ. ഇതിപ്പം റോയൽ ബ്ലൂ ഷെയ്ഡാണ്. റോയൽ ബ്ലൂ, അതിന് മുന്താണി വരുന്നത് ഇങ്ങനെ. അത് തമ്മിൽ വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസമുണ്ട് കണ്ടോ. ഇങ്ങനെ ഇരിക്കും സാരി. ബ്ലൂ, പീക്കോക്ക് ബ്ലൂ ആണെന്ന് പറയാം, അല്ലെങ്കിൽ സ്കൈ ബ്ലൂ, അങ്ങനത്തെ ഒരു ഇത് വരുന്ന ബോർഡറിന് ഭയങ്കര വീതിയില്ല. ബോഡിയിലൊക്കെ അത്യാവശ്യം പ്രിൻറ്റും കാര്യങ്ങളും. മേളിലത്തെ ബോർഡറിനെ കഴിഞ്ഞും വീതിയുണ്ട് താഴത്തെ ബോർഡറിന്, ഇത്രയും വീതിയുണ്ട് താഴത്തെ ബോർഡറിന്. മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് ദേ ഇങ്ങനെ, ഇതാണ് ബ്ലൗസ്, ഈ ബുട്ടായുള്ള ബ്ലൗസ്. കൈടറ്റത്തും ഇങ്ങനെ ബോർഡർ ഉണ്ട് കണ്ടോ, ഇങ്ങനെ ബോർഡർ ഉണ്ട്. അതിൻ്റെ കളേഴ്സ് ഞാൻ കാണിക്കാം. ഇതിൻ്റെ വില 1520. അതിന് വ്യത്യാസമുണ്ട്. അത് ഓരോ സെറി ഇപ്പം വരുന്നതിന് പോലും വെച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇത് ചിലരുടെ വിചാരം, ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു സാരിയുടെ കാര്യം കണ്ടു. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ജോർജറ്റയിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത സാരി. അപ്പോൾ അതിനാരോ പറഞ്ഞിരിക്കുന്നു നമ്മളുടെ വില 2980 രൂപ, 1499 രൂപയ്ക്ക് അവർ ആ സാരി വാങ്ങിച്ചെന്ന്. അവരുടെ പേര് എന്നാ, എ ഡേ ഇൻ മൈ ലൈഫോ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു ഇതിനകത്തു നിന്നാണ് വന്നേക്കുന്നത്. അവരോട് ഞാൻ പറയുവാണ്, ആ വിലയ്ക്ക് ആ സാരി തരുവാണെങ്കിൽ ഒരു 10-20 പീസ് എത്ര കളറുണ്ടെങ്കിലും ഞാൻ എടുത്തോളാം. ആ വിലയ്ക്ക് എനിക്ക് സാരി എന്ത് നല്ലതാ, ഒരിടത്തും കിട്ടത്തില്ല. കാരണം ഒരേ സാധനം തന്നെ പല മെറ്റീരിയലിൽ ഇറങ്ങും. അത് കണ്ടിട്ട് ഈ കാള പെട്ടെന്ന് കേൾക്കുമ്പോഴേ കയറെടുത്ത് പറയാൻ നിൽക്കരുത്. ഇത് പല സാധനമാണ്. ഇത് മീറ്ററിന് കിട്ടണമെങ്കിൽ തന്നെ 2000 രൂപയ്ക്ക് മുകളിലത്. 1 മീറ്ററിനല്ല, 6 മീറ്റർ തുണിയാണ് എത്ര ഇത് കൊടുക്കുക. 6 മീറ്ററിൻ്റെ സാരി അത് പറയാം 1490. അതാ ഞാൻ പറഞ്ഞു, ആ വിലയ്ക്ക് എനിക്ക് തരുവാണെങ്കിൽ എത്ര ഉണ്ടെങ്കിലും എത്ര കളർ വേണമെങ്കിലും ഞാൻ എടുത്തോളാം. ഓർഗൻസ് ആയാലും ഇറങ്ങുന്നുണ്ട്. ഏതാണ്ട് എന്താ അതിനൊന്നും മെറ്റീരിയലിനൊന്നും പേര് പോലും. ഈ അട്ടത്ത് ഈ ബോർഡർ എംബ്രോയ്ഡറി കണ്ടാൽ ഉടനെ അല്ല, അതാണ് വിചാരം. ഇത് നല്ല കൂടിയ ജോർജറ്റാണ്. വാങ്ങിച്ചിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്, സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ധാരാളം നമുക്കതുണ്ട്. ഇത് കാണിച്ചിട്ട് ഞാൻ അങ്ങനെ ഓർത്തപ്പം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അത് പറഞ്ഞാൽ ഒരേ സാധനം തന്നെ പല സ്റ്റഫിൽ ഇറങ്ങുന്നുണ്ട്. അതെല്ലാം കണ്ടിട്ട് എന്നാ ഏതോ ഒരു ഇത് പറയുന്ന പോലെ പഴഞ്ചല്ല എനിക്കല്ല അല്ലേ എന്ത് വന്നാലും ആര് വളമെടുത്താലും അങ്ങനെ എന്തോ ഒരു തോട്ടിട്ടുണ്ട്. അത് ഇതാന്ന് പറയുന്ന പോലെ ഇരിക്കും. ഇത് മുന്താണി, ഇതിൻ്റെ മുന്താണി വേറൊരു വ്യത്യാസമുണ്ടോ അതിനെ കഴിഞ്ഞ്. ഇത് ബോർഡർ, വെള്ളത്തെ ബോർഡർ ഇങ്ങനെ നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് കേട്ടോ. ഇതിൻ്റെ ബോർഡർ കണ്ടോ, നല്ല ഭംഗിയല്ലേ. അതിൻ്റെ ബോർഡർ നല്ലതാണ്. ഈ ചില കളറിൽ അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ബോർഡറിൻ്റെ ഡിസൈനും വീവിങ്ങും എല്ലാം. ഇതിങ്ങനെ ബോർഡർ നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ്.
ഇതിൻ്റെ ബ്ലൗസ് ഇത് ബോർഡറിൻ്റെ തന്നെ കളറുള്ള ബ്ലൗസ് വിത്ത് ബുട്ട ആൻഡ് ബോർഡർ. പീക്കോക്ക് ബ്ലൂ, നല്ല തിളങ്ങി നിൽക്കാൻ നല്ല ഇട്ടുപ്പുള്ള കളർ. കണ്ടോ, ഇത് മേളിലത്തെ ബോർഡർ. ബോർഡറിൻ്റെ അവിടെ നേവി ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ്. ഇതിങ്ങനെ ഒരു ആൻറ്റിക്സറി പോലത്തെയൊക്കെ ഒരു സാമ്യത വരുന്ന ബോർഡറാണ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസിൽ പോയി ബ്ലൗസ് ഇത് കണ്ടോ, ഇത് ബ്ലൗസ്, ഇത് തന്നെ ബ്ലൗസ്, ബുട്ടായും ഉണ്ട് ബോർഡറും ഉണ്ട്. ഈ ബോർഡർ തന്നെ. ഇനി അതിൻ്റെ തന്നെ ആ മോഡൽ തന്നെ സാരിയാണ്. റേറ്റ് വ്യത്യാസമുണ്ട്, കാരണം ഇതിൻ്റെ സെറി ബോർഡറിൻ്റെ സെറി വ്യത്യാസമുണ്ട്. ഇത് പക്ക ആൻറ്റിക് സെറിയാണ്. ഒരു മെഹന്തി ഇത് വരുന്ന ടൈപ്പ്. ഇത് വരും മുന്താണി. കത്തിയുള്ളൊരു വ്യൂ കാണിക്ക്. ബോഡി ഇങ്ങനെ, താഴത്തെ ബോർഡർ ഇങ്ങനെ കണ്ടോ. ഇങ്ങനെയുള്ള ആ ഒരു വീവിങ്ങാണ്. വ്യത്യാസമുണ്ട് വീവിങ്ങിനും സ്റ്റഫിനും എല്ലാം. സ്റ്റഫിനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഈ വീവിങ്ങിലാണ് എനിക്ക് മനസ്സിലായ വ്യത്യാസം. ഇതിന് 100 രൂപ സ്റ്റഫ് വ്യത്യാസമുണ്ടല്ലേ. ഇത് ഇച്ചിരി കൂടി സ്മൂത്ത്. 100 രൂപയോ 150 രൂപ, എത്രയും കൂടുതൽ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ സ്ക്രീനിൽ ഇത്രയും ഫീച്ചേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കാതെ വില പറയാൻ, ഈ സ്ക്രീനിൽ ഇത്രയും മുഴുപ്പിൽ വില എഴുതിയിട്ടേക്കൊന്നും കാണുന്നില്ലേ? അതാണ് വില. വാട്സപ്പ് നമ്പറും വിലയും എഴുതിയിടുന്നുണ്ട്. എൻ്റെ ദൈവമേ, എല്ലാവരും മനുഷ്യൻ്റെ തിരക്ക് കൂടിക്കഴിഞ്ഞാൽ ഇത്ര ഇതായി പോകുന്നു. തിരക്കിലെങ്ങാണ്ടിരുന്ന് കാണുവാ, എന്നിട്ട് പറയുക ഫീച്ചേഴ്സ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ വില പറയാൻ. വിലയാണ് സ്ക്രീനിൽ നമ്പരും എല്ലാം കിടക്കുന്നത്. ഒരു കുറ്റപ്പെടുത്തി പറയുന്നതല്ല കേട്ടോ. ഓരോ മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ ഔട്ട് ഓഫ് മൈൻഡ് ആയി പോയി കഴിയുമ്പോഴേ ഞാൻ എന്നിട്ട് തീ കിടക്കുന്നല്ല വില. ഞാനിട്ട് റിപ്ലൈ ഇട്ടു, ഇത്രയും വലിയതായിട്ട് വില എഴുതിയിട്ട് കാണുന്നില്ലെന്ന്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് കേട്ടോ. ഞാൻ ഈ എല്ലാം കുറ്റം പറയുക, അങ്ങനെ നെഗറ്റീവ് അടിക്കുവാന്ന് ഓർക്കരുത്. നമ്മൾ പറയുന്നതിൻ്റെ നമുക്ക് ആൻസർ പറയാനുള്ള അധികാരം നമുക്കും ഉണ്ടല്ലോ, അവകാശം നമുക്കും ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. ഇത് ബ്ലൗസ് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസിൻ്റെ ബോർഡറിന് കണ്ടോ വേറൊരു വ്യത്യാസമുണ്ട്, വേറൊരു ഇച്ചിരി കൂടി വ്യത്യാസമുണ്ട്. 100 രൂപ കൂടിയാലും 150 രൂപ കൂടിയാലും 200 രൂപ കൂടിയാലും അതിൻ്റേതായ വ്യത്യാസമോ സ്റ്റഫിനോ എന്തിനോ കാണും. അങ്ങനെ കാണും, അല്ലാതെ നമ്മൾ ഒരേ സാധനത്തിന് പല വില ഇട്ട് വയ്ക്കില്ലല്ലോ. അതിൻ്റെ തന്നെ ഇപ്പോൾ ആ കാണിച്ചതിൻ്റെ തന്നെ ബ്ലാക്കും സഫയർ ബ്ലൂ ബോഡി. ബ്ലാക്ക് ബോഡി, ബ്ലാക്ക് അല്ലേ ഇത്, ബ്ലാക്ക് ബോഡി. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഇത് ബോർഡർ. ബ്ലൗസ് ഇങ്ങനെ കണ്ടോ, ബ്ലൗസിൻ്റെ അറ്റത്തെ ബോർഡർ ഉണ്ട്. അത്രേ ഉള്ളൂ ആ മോഡൽ സാരി. ഇപ്പോൾ ഈ ഫങ്ഷൻ വെയർ സാരിക്ക് ഒത്തിരി ആൾക്കാർ ഇങ്ങനെ എൻക്വയറി വരുന്നുണ്ട്. അതുകൊണ്ട് ബനാറസി സാരിക്കാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. പിന്നെ പുതിയ സാധനമൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലൈറ്റ് ഷെയ്ഡ് സാരി, ലൈറ്റ് ഷെയ്ഡ് പ്രേമികൾക്ക് ഇനി എവിടെയെങ്കിലും പോകണമെങ്കിൽ പുതിയ സാരി. ഇത് ഫുള്ള് വർക്കാണ്, ക്രീം ഷെയ്ഡിൽ കൂടെ അല്ലെങ്കിൽ ചന്ദന കളറിൽ കൂടെ. ഇത് ഫുൾ ബോഡി ഫുള്ള് എംബ്രോയ്ഡറി വർക്കാണ്. പ്രത്യേകിച്ച് മുന്താണി എന്ന് പറയാനില്ല, മുന്താണിക്ക് ടാസിൽ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ കാണുന്നത് ഫുള്ള് ഇതുൾപ്പെടെ ഇങ്ങനെ ബോഡി ഫുള്ള് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കാണ്. സിമ്പിളാണ്. ബ്ലൗസ് വന്നിട്ട് ഇത് ഇങ്ങനെ പ്ലെയിനിൽ ഇങ്ങനെ ഈ ഒരു ബോർഡറുള്ള ബ്ലൗസ്. സിമ്പിൾ സാരിയാണ്, പക്ഷേ നല്ല എംബ്രോയ്ഡറി വർക്കും അതും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ലുക്ക്. അതിൻ്റെ സ്റ്റഫ് എന്ന് പറയുന്നത് ഒരു എന്നാ പറയുന്നത്, നമ്മുടെ ചന്തേരിയുടെ ഒരു കൈൻഡ് ഓഫ് സ്റ്റഫാണ്. ഇത് കണ്ടോ, കനം കുറഞ്ഞ സ്റ്റഫാണ്. നമ്മൾ നെറ്റ്കോട്ട കൊടുക്കുന്ന ആ ഒരു ലുക്ക് അതിന് കിട്ടും. ഇത് ഫുൾ ബോഡിയിൽ ഇത് കണ്ടോ, ഇങ്ങോട്ട് നോക്കി, അല്ല ഇങ്ങോട്ട് കാണിച്ച്, ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഈ വർക്കാണ്. ഉണ്ടോ,
ബോഡി ഫുള്ള് വർക്കാണ്. ഇതിപ്പം ചന്ദന കളറിൽ ഒരു ഗ്രീൻ ഷെയ്ഡിൻ്റെ, ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്ന സ്റ്റഫ്. ബാക്കിയൊന്നുമില്ല കാണിക്കാം. ബ്ലൗസ് പ്ലെയിന്. ഇനി അതിൻ്റെ പീച്ച്, ആ ഒരു ഗ്രീനിൻ്റെ സ്ഥാനത്ത് പീച്ച് വരും. ഇതൊക്കെ നല്ല ഗമാലിറ്റിയുള്ള സാരികളാണ്. ഇപ്പം നമുക്കിപ്പം ഒത്തിരി വലിയ ഹെവി ആയിട്ടുള്ള, ഞാൻ മുമ്പേ ഇതിന് തൊട്ട് മുന്നേ കാണിച്ച ബനാറസി സാരിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അതെന്ന് പറയുന്നത് നല്ല ഹെവി ആയിട്ടുള്ള, നല്ല കളറെടുപ്പുള്ള, അങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ് കൈൻഡ് ഓഫ് സാരി. ഇതും ഫങ്ഷൻ വെയർ സാരി തന്നെയാണ്. ഇത് ഇച്ചിരി കൂടി സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ ഗുഡ് ലുക്കിംഗ് ആയ നല്ലൊരു സാരി. ഇത് മുഴുവൻ നല്ല നീറ്റായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ്. അതാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ. എന്താണ് ഇങ്ങനെ ഇത് കേട്ടോ. സിമ്പിൾ സാരി ആണെങ്കിലും നല്ലൊരു എലഗൻ്റ് ലുക്കുണ്ട്. ബ്ലൗസ് അതിൻ്റെ തന്നെ ഇടുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ബോഡിയെ നിറച്ചും പ്രിൻറ്റും ഉണ്ട്, ബ്ലൗസ് പ്ലെയിനുമായിട്ട് വന്നിട്ട് ബ്ലൗസിൽ ഈ ബോർഡറും കൂടെ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. പിന്നെ ആ ബ്ലൗസ്, ആ സ്റ്റഫ് തന്നെ ബ്ലൗസ് ഇടുമ്പോഴാണ് കുറച്ചും കൂടി അതിനൊരു ലുക്ക് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ നല്ലൊരു താഴേക്കൊരു കുഞ്ഞി ലൈൻസ് പോലെ പോയിരിക്കുന്ന രീതിയിൽ അത് വീവ് ചെയ്തിരിക്കുന്നത് ഈ സാരിയുടെ ബോഡിയിലേ. അപ്പോൾ ആ അതേ സ്റ്റഫ് തന്നെ ബ്ലൗസ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർന്നു. വീണ്ടും അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് കാണാം. നമുക്ക് വാട്സപ്പ് കോൾ വഴിയല്ല, വാട്സപ്പ് മെസ്സേജ് വഴിയാണ് ബുക്കിങ്. പിന്നെ ബുക്കിങ് കംപ്ലീറ്റ് ആണെങ്കിൽ നിങ്ങൾ ക്യാഷ് അടച്ചാൽ മാത്രമേ കംപ്ലീറ്റ് ആവുള്ളൂ. നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. കുറേ സമയം ഹോൾഡ് ചെയ്ത് ചിലരൊക്കെ നാളെ പൈസ അടച്ചാൽ മതിയോ അങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. ഫസ്റ്റ് ക്യാഷ് ഇടുന്ന ആൾക്കാർക്കാണ് നമ്മൾ പ്രയോറിറ്റി. കാരണം അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച് അങ്ങനെ നമുക്ക് ഒത്തിരി അത് ബുദ്ധിമുട്ടുണ്ടാകും. ബിറ്റേഴ്സ് ഇവരെ കാണത്തുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഇതിൻ്റെ പ്രൈസ്. പിന്നെ ഈ സ്ക്രീനിൽ കാണുന്നതാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ. എന്താവശ്യത്തിനുമല്ല ഇനി വിളിച്ച് 2 കിലോ മീൻ ചുമ്മാ പറയുന്നത് കേട്ടോ. എന്താവശ്യത്തിനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ സാധനം പർച്ചേസ് ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങൾക്കും അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെൻ്റെ സാരി ട്രാക്കിംഗ് ഐ ഡി വേണമെങ്കിലോ അങ്ങനെയൊക്കെ. നമ്മൾ പ്രത്യേകിച്ച് എല്ലാവർക്കും ഈ ട്രാക്കിംഗ് ഐ ഡി ഒന്നും അയച്ചു കൊടുക്കത്തില്ല. ചിലർ ചോദിച്ച് അയച്ചു കൊടുക്കും. അത് നമ്മളെ സംബന്ധിച്ച് എന്താ പറയുന്നത്, സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇത്രയും പേർക്ക് ഡെയിലി ഇരുന്ന് എല്ലാ ദിവസവും വീഡിയോ ഉള്ളപ്പോഴേ ട്രാക്കിംഗ് നിങ്ങൾ കിട്ടിയില്ല, നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നമ്മൾ ഉറപ്പായിട്ട് ഫോളോ അപ്പ് ചെയ്ത് അതെവിടെയാണ് സ്റ്റാറ്റസ് എടുത്ത് തരും. നമ്മൾ അതിനുള്ള വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. ഇതുവരെ വാങ്ങിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരിക്കലും നിങ്ങളുടെ ഈ സാധനം കിട്ടുന്നതിന് മുന്നേ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ കൈ ഒഴിഞ്ഞ് ചെയ്യത്തേ ഇല്ല. സർവീസ് എന്ന് പറയുന്നത് ഈ ബിസിനസ്സിലെ വലിയൊരു ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. ഭയങ്കര എന്നാ പറയുന്നത്, മറിച്ചിടുകയെന്നായിരിക്കും ചിലർ വിചാരിക്കുന്നത് അല്ലേ. മറിച്ചിടുന്നല്ല, സത്യം പറയുന്ന. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.